ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പാർട്ട് 3 ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് റിസറക്ഷൻ. നമ്മൾ ഓൾറെഡി ഒരു ക്ലെയിം കണ്ടു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്ലെയിമിലേക്ക് നമ്മൾ പോവുകയാണ്. രണ്ടാമത്തെ ക്ലെയിം ഇതാണ്: ഹി വാസ് നോട്ട് ബരീഡ്. അവനെ അടക്കം ചെയ്തില്ല, മരിച്ചു കഴിഞ്ഞിട്ട്. ഈ വാദം മുന്നോട്ട് വയ്ക്കുന്നവർ പറയുന്നത് റോമാക്കാർ കുരിശിൽ തറച്ച കുറ്റവാളികളെ ഒരിക്കലും അടക്കം ചെയ്യാറില്ല, അതുകൊണ്ട് യേശുവിനെയും അടക്കിയില്ല. ഇങ്ങനത്തെ കുറ്റവാളികളെ അവരൊരു കോമൺ ഗ്രേവ് യാർഡിൽ അടക്കുകയോ അല്ലെങ്കിൽ ശവന്തീനിയായ പരുന്തുകൾക്ക് ഇരയായി കൊടുക്കുകയാണ് ചെയ്യാറ്. ഇവരെ ആരും അടക്കം ചെയ്യാറില്ല. അടക്കം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ കല്ലറയില്ല, കല്ലറയില്ലെങ്കിൽ പിന്നെ റിസറക്ഷൻ ഇല്ല, റിസറക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനിറ്റി ഇല്ല. റോമൻ ക്രൂസിഫിക്ഷന്റെ കൺക്ലൂഷൻ എപ്പോഴും മുകളിൽ പറഞ്ഞ രീതിയിലായിരുന്നെങ്കിലും ജീസസിന്റെ കേസിൽ എങ്ങനെ ആയിരുന്നോ? ഓക്കെ, കമോൺ, ലെറ്റ്സ് ചെക്ക്. ഫസ്റ്റ് സെഞ്ചുറി BC യഹൂദർ റോമാക്കാരുടെ കീഴിലാകുന്നത്. റോമാക്കാർ ആരെയൊക്കെ കീഴിലാക്കിയിട്ടുണ്ടോ അവരുടെ കൾച്ചറിനെ റെസ്പെക്ട് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ടാണ് യഹൂദരെ കുറിച്ചുള്ള ആദ്യത്തെ ലീഗൽ മെഷർ ആക്ത പ്രോ യുദായിസിൽ ഇങ്ങനെ പറയുന്നത്: ജ്യൂസ് മൈറ്റ് ഗ്യാദർ ഫ്രീലി, ഒബ്സർവ് സാബത്ത്, ജൂയിഷ് ഫെസ്റ്റിവൽസ് ആൻഡ് വെർ ഓൾസോ അബ്സോൾവ്ഡ് ഫ്രം കമ്പൽസറി എൻറോൾമെന്റ് ഇൻ റോമൻ മിലിറ്ററി. യഹൂദർക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ, ലഹളകൾ അല്ലെങ്കിൽ റൈറ്റ്സ് പേടിച്ചിരുന്നതുകൊണ്ട് റോമാക്കാർ ഒരിക്കലും ചെയ്യാൻ തുനിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ആർക്കിയോളജി ഓഫ് ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന പുസ്തകത്തിൽ R.K. ഹാരിസൺ പറയുന്നത്: റോമൻ കാലഘട്ടത്തിൽ ശവകുടീരങ്ങൾ മൂടുന്ന കല്ല് മാറ്റുന്നതും ഉള്ളിലുള്ളവയെ വികൃതമാക്കുന്നതും നിരോധിച്ചിരുന്ന ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു എന്ന്. ആരുടെ ആയാലും എവിടെ വെച്ചായാലും നഗ്നത കാണുന്നത് യഹൂദർക്ക് നിഷിദ്ധമായിരുന്നു. അതുകൊണ്ട് നഗ്നരാക്കി കുരിശിൽ തറയ്ക്കുന്ന റോമാക്കാർ യഹൂദ കുറ്റവാളികൾക്ക് നാണം മറയ്ക്കാനുള്ള അനുവാദം കൊടുത്തിരുന്നു എന്നതും സത്യമാണ്. മരിച്ചാൽ സംസ്കരിക്കുന്നത് പുണ്യവും അടക്കപ്പെടാതിരിക്കുന്നത് വലിയൊരു വേദനയുമായിട്ടാണ് യഹൂദർ കണ്ടിരുന്നത്. ഒരുവൻ മരണശിക്ഷാർഹമായ കുറ്റം ചെയ്യുകയും മരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്താൽ അവനെ നീ മരത്തിൽ തൂക്കുക. ശവം രാത്രി മുഴുവൻ മരത്തിൽ തൂങ്ങിക്കിടക്കരുത്. അന്നു തന്നെ അത് മറവ് ചെയ്യണം. ആര് മരിച്ചാലും അവനെ സംസ്കരിക്കണം എന്നായിരുന്നു യഹൂദ നിയമം. ഒരുവൻ എത്ര കുറ്റക്കാരനാണെങ്കിലും അവൻ യഹൂദനാണെങ്കിൽ അവനെ സംസ്കരിക്കുകയും ശരീരം സംസ്കരിക്കാതിരിക്കുന്നത് അവർക്ക് എത്ര വിഷമം തരുന്നതാണെന്ന് റോമാക്കാർ AD 70 ജെറുസലേം നശിപ്പിച്ചപ്പോൾ 10,000-കണക്കിന് ആൾക്കാരെ നിരയായി കുരിശിൽ നാട്ടിയ കഥ പറയുമ്പോൾ ഫ്ലാവിയൂസ് ജോസഫൂസ് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: Nay, they proceeded to that degree of impiety as to cast away their dead bodies without burial. Although the Jews used to take so much care of the burial of men that they took down those that were condemned and crucified and buried them before the going down of the sun. അപ്പോൾ ക്രൂശിക്കപ്പെട്ടവരെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് അവർ സംസ്കരിച്ചിരുന്നു എന്ന് ജോസഫൂസ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. 5-ാം നൂറ്റാണ്ടിൽ ജസ്റ്റിനേനിയൻ ചക്രവർത്തി റോമൻ നിയമങ്ങൾ മുഴുവൻ കമ്പൈൽ ചെയ്തുകൊണ്ട് ഒരു ഡൈജസ്റ്റ അല്ലെങ്കിൽ പാൻഡക്ട് നിർമ്മിച്ചു. അതിൽ വോളിയം 4 ബുക്ക് 48 ചാപ്റ്റർ 24 ഡെഡ് ബോഡീസ് ഓഫ് പണിഷ്ഡ് പേഴ്സൺസ് പറയുന്നത് ഇങ്ങനെയാണ്: വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് നിഷേധിക്കാൻ പാടില്ല. ശിക്ഷിക്കപ്പെട്ട വ്യക്തികളുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനായി ആവശ്യപ്പെടുന്നവർക്ക് നൽകണം. ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു എവിഡൻസ് എന്ന രീതിയിൽ 1968 വസീലിയോസ് സെഫെർനിസ് എന്ന പുരാവസ്തു ഗവേഷകൻ ജെറുസലേമിൽ യഹോഹന്നാൻ എന്നു പേരുള്ള ക്രൂശിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ കല്ലറ കണ്ടെത്തി. ആണിയോടുകൂടിയുള്ള ആങ്കിൾ ബോണും അതുപോലെ തന്നെ സിവിയർലി ഡാമേജ്ഡ് ആയിട്ടുള്ള ബോൺസും അടങ്ങിയിരിക്കുന്ന ഒരു ഓഷ്വറി അല്ലെങ്കിൽ അസ്ഥിപ്പെട്ടി കണ്ടെത്തി. യഹൂദരുടെ മൃതസംസ്കാരത്തിൽ ആദ്യം തന്നെ ശരീരം നന്നായി കഴുകും. ഈ സമയത്ത് പെർഫ്യൂംസും പ്രത്യേകിച്ച് നാർഡ്, മിർ, അലോ ഒക്കെ കൊണ്ട് ശരീരം പൊതിയും. എന്നിട്ട് ശരീരം മുഴുവൻ തുണി കൊണ്ട് മൂടിക്കെട്ടും. കാശിന് വകയുള്ളവരാണെങ്കിൽ പാറയിൽ വെട്ടിയുണ്ടാക്കിയ കല്ലറയിൽ സംസ്കരിക്കും, അല്ലാത്തവർ കോമൺ സിമിട്രിയിൽ സംസ്കരിക്കും. എന്നിട്ട് 1 കൊല്ലം കഴിയുമ്പോൾ എല്ലുകളൊക്കെ എടുത്ത് ഇച്ചിരി മുമ്പ് ജെറുസലേമിൽ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ ഓഷ്വറീസ് അല്ലെങ്കിൽ അസ്ഥിപ്പെട്ടികളിൽ അവന്റെ പൂർവ്വപിതാക്കളോടുകൂടി വയ്ക്കും. ഇതായിരുന്നു രീതി. റോമാ സാമ്രാജ്യത്തിൽ ചിലപ്പോൾ ക്രൂശിക്കപ്പെട്ടവരെ അടക്കിയെന്ന് വരില്ല. പക്ഷെ ഇവിടെ ഒരു ജനപ്രിയ തിരുനാളിന്റെ തലേന്ന് ജെറുസലേമിൽ ക്രൂശിക്കപ്പെട്ട ഒരു യഹൂദനായ യേശു. അവന്റെ കാര്യം ഇത്തിരി വ്യത്യസ്തമാണ്. യഹൂദനായിരുന്നതുകൊണ്ട് അവനെ അടക്കാൻ യഹൂദ പ്രമാണിമാരും ഒരു റോമൻ ഗവർണർ ആയതുകൊണ്ട് യേശുവിനെ അടക്കാൻ റോമൻ പ്രാക്ടീസുകൾ നിലനിർത്തി കൊണ്ടുപോകണം എന്ന രീതിയിലും പിലാത്തോസും നിർബന്ധിതനായിരുന്നു. ഗോസ്പെൽസിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്: യേശുവിനെ സംസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു മണ്ടത്തരമാണ്.